മോനെ ഫ്ലാസ്ക് നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. മോനെ നല്ല ചുമയുള്ളതല്ലേ, സ്കൂളിൽ ചെന്ന് തണുത്ത വെള്ളം ഒന്നും കുടിക്കരുതേ. സാറേ, എന്റെ മോളുടെ വിവാഹമാണ്. എന്റെ ഭർത്താവ് മരിച്ചു പോയതാ. എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും കൊടുക്കട്ടോ. ഇവിടെ ഒന്നുമില്ല. സ്കൂൾ ബസ് എന്നും ഇവിടെ വരുമോ? സ്കൂൾ ബസ് ഇവിടെ വരില്ല, മെയിൻ റോഡിലാ വരിക. എല്ലാ ദിവസവും കൊണ്ടാക്കുമല്ലേ? ചേട്ടനിന്ന് നേരത്തെ പോയത് കാരണോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയത്. എന്തെങ്കിലും തന്ന് സഹായിക്കണം. ആ ശരി, നിക്ക് നോക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി ചേച്ചി. ശരി ശരി. മക്കളെ, ഞാനും വരുന്നുണ്ട്. ഇവരുടെ കൂടെ ഞാനും പുറത്തു പോകണേ. എനിക്കൊരു ബുക്ക് മേടിക്കാനാ. പോയിട്ട് വരാം. എന്നാ ഇറങ്ങിക്കോ. ശരി ശരി, പോയിട്ടോ മക്കളെ. ഹായ് മോളെ. ആന്റി അറിയോ മോന്? രാവിലെ വീട്ടിൽ വന്ന ആന്റി അല്ലേ? ഈ ലെറ്റർ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക്. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നീ എന്താ പറഞ്ഞേ? എനിക്കെന്റെ കുട്ടികളെ കാണണം. ഏട്ട വിളിച്ചോ? നീ ഇല്ലെങ്കിൽ നീ വിളിക്കേ. വിളിച്ചിട്ടുണ്ട്. എനിക്കെന്റെ കുട്ടികളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എന്താ പറ്റിയേ? എനിക്കെന്റെ കുട്ടികളെ കാണണം. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എവിടെ വെച്ചാന്നറിയോ? വടക്കേ വളവിൽ വെച്ച്. അവരെ കണ്ടാ തിരിച്ചറിയോ? അറിയാം. കാറിലേക്ക് കുട്ടികളെ വലിച്ചേറ്റിക്കൊണ്ടുപോയവരെ കണ്ടാൽ തിരിച്ചറിയാമോ? അറിയാം. ഒരു സ്ത്രീയാണ്. അവരെത്ര പേരുണ്ടായിരുന്നു? ഒരു സ്ത്രീ അടക്കം 4 പേരുണ്ടായിരുന്നു. കാറിന്റെ നിറം വല്ലതും അറിയാമോ? നീല കാറാണ്. കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സമാധാനിക്കും, വിഷമിക്കാതിരിക്കും. എന്തു പറ്റിയടാ? ട്യൂഷന് പോണ വഴിക്ക് കാറി വന്ന 4 സംഘം എന്നെ അടിച്ച് താഴെയിട്ട് പിള്ളേരെ കൊണ്ട് കടന്നളഞ്ഞു. നമ്മുടെ മക്കള് പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? നമസ്കാരം സാർ. ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സാർ. ഇത് നിങ്ങൾ ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. മുഖ്യമന്ത്രി എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല, കൂട്ടത്തിൽ പ്രതിപക്ഷവും. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ കുട്ടികളെ കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തല തൊപ്പി കാണില്ല. വേറെ വല്ല പണിയും നോക്കിക്കോ. ഓക്കെ സാർ. ഹലോ സർ. കമ്മീഷണറാണ്. എന്താ ഈ കേസിന്റെ അന്വേഷണം? ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് സർ. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നോ? കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മനസ്സിലായോ? CM-ഉം DGP-യും പത്രക്കാരും പ്രതിപക്ഷ നേതാവും ഒക്കെ എന്നെ ഇവിടെ കടത്തിപ്പറിപ്പിക്കുന്നില്ല. എത്രയും വേഗം പ്രതികളെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? മനസ്സിലായി സർ. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ പ്രതികളെ കണ്ടുപിടിച്ചിരിക്കണം. ക്ലിയറായോ? മനസ്സിലായല്ലോ? ഓക്കെ സർ.
ചന്ദ്ര, മാഡം, കമ്മീഷണർ സാർ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് 15 മണിക്കൂറായി. ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. തലവേദന കേസാണ് മാഡം. 4 ദിവസത്തേക്കും ടീമിനെ അയച്ചിട്ടുണ്ട്. ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ മാഡം. ഓക്കെ. ഹലോ സാറേ, എൻ്റെ പേര് ഷാരോൺ എന്നാണ്. ഇക്കഴിഞ്ഞ ദിവസം കാണാതായ കൊച്ചിനെ കുറിച്ച് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ആണോ? എവിടെ? വാമനപുരത്താണ് സാർ. വാമനപുരത്ത് എവിടെ? വെട്ട് റോഡിൻ്റെ അടുത്തൊരു 2 നില വീടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. അവിടെ കുട്ടികളുണ്ടെന്ന് എനിക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഓഹോ, ഓക്കെ, ഞങ്ങൾ ഉടൻ തന്നെ അങ്ങോട്ട് എത്തുന്നുണ്ട്. ആ, ഓക്കെ സാർ. ഓക്കെ. തുറക്കടാ. അയ്യോ അയ്യോ സാറേ, എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല. നിനക്ക് അറിയില്ല? എനിക്കറിയില്ല. അറിയില്ലല്ലേ? അറിയില്ല, അറിയില്ല സാറേ, അറിയില്ല സാറേ, സാറേ എനിക്കൊന്നും അറിയില്ല സാറേ, അടിക്കില്ല സാറേ, സാറേ ഇല്ല സാറേ, അറിയില്ല. കുട്ടികളെ അയപ്പിച്ചിട്ട് അവര് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാ. കൂട്ടുകാരും. എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല സാർ. എന്നെ വിട് സാർ, എന്നെ വിട് സാർ, എനിക്കറിയില്ല, എന്നെ വിട് സാറേ. ഹലോ ഹലോ, ഞാൻ SI ചന്ദ്രകുമാറാണ്. രാജേഷ് അല്ലേ? അതെ സാർ. ആ രാജേഷേ, നിങ്ങളുടെ കാണാതായ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. വെട്ട് റോഡിനടുത്തുള്ള ആ 2 നില വീട്ടിനടുത്തേക്ക് വരൂ. ശരി സാർ, ഇപ്പോൾ വരാം സാർ, ഇപ്പോൾ വരാം. വരൂ വരൂ. എടാ, നിന്റെ കൂടെയുള്ള ആൾക്കാർ മറ്റുള്ളവന്മാരൊക്കെ എവിടെടാ? നിന്നെ പിന്നെ കണ്ടോളാം ഞാൻ. രണ്ടിന്റെ കയ്യിൽ നല്ല കുരുത്തക്കേടാ. പിന്നെങ്ങനെയാ? ഹലോ സർ, വരണം, ഇരിക്കണം സർ. താങ്ക് യു. ഇരിക്കും സാർ. അന്ന് ഇയാളല്ലേ കൂടെ ഉണ്ടായിരുന്നത് സ്കൂളിൽ പോകാൻ കുട്ടികളുടെ കൂടെ? അന്നത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ട്യൂഷന് പോകുന്ന വഴിയിൽ വടക്കേ വളവിൽ വെച്ച് ഒരു സ്ത്രീ അടക്കം 4 പേര് വന്ന് എന്നെ തട്ടി താഴെട്ടിട്ട് അവർ പിള്ളേരും കൊണ്ട് പോയി. മക്കളെ, നിങ്ങളെ പിടിച്ചോണ്ടുപോയവരെ കണ്ട തിരിച്ചറിയാമോ? ആ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു മോളെ? 4 പേരുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ടുപോയ കാറിന്റെ നിറം അറിയാമോ? ബ്ലൂ. നിങ്ങളെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടോ? സാറേ, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചായിരുന്നോ? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാനുള്ള എല്ലാം ചെയ്യുന്നു. ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ശരി ശരി ശരി. ശരി സാർ. ഓ, നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കെ. ഇരിക്കൂ. താങ്ക് യു സാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ പ്രതികൾ പിടിക്കപ്പെടും. മക്കളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ എന്നാ. ശരി സർ. ശരി സാർ. നടക്കണം.
ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ പ്രതികളെ ഞങ്ങളുടെ മുന്നിലേക്കൊന്ന് ഇറക്കി വിടാമോ? ഞങ്ങളെ കാണിക്കാതെ ഒരു കാരണവശാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഞങ്ങൾക്കും പ്രതികളെ കാണണം. ഞങ്ങൾക്ക് പ്രതികളെ കാണണം. കാണിച്ചില്ലെങ്കിൽ ഈ ഗേറ്റ് അടിച്ചു പൊട്ടിച്ച് നമ്മൾ അകത്ത് കയറി പ്രതികളെ കാണും. അടിയല്ല ഇടിയല്ല എന്തായിരുന്നാലും ഞങ്ങൾ കൊള്ളാൻ തന്നെയാണ് തയ്യാറായി വന്നിരിക്കുന്നത്. ഞങ്ങളെ കാണിക്കാതെ പ്രതികളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെ, മാതൃകാപരമായ ശിക്ഷ കിട്ടണം. രാത്രി ആയാലും പകലായാലും പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യരക്തം. സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. കേരള പോലീസിന് അഭിവാദ്യങ്ങൾ. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ട്യൂഷന് പോകണം, കളിക്കാൻ പോകണം. നമ്മുടെ ഈ തെരുവുകളിലൂടെ, നമ്മുടെ ഇടവഴികളിലൂടെ അവർ യഥേഷ്ടം നടക്കണം. നമ്മളൊക്കെ എങ്ങനെയാണോ കളിച്ചു വളർന്നത് അതുപോലെ തന്നെ അവരും കളിച്ചു വളരണം. അതിനവർക്ക് നല്ല സുരക്ഷിതത്വം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, എന്നിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത്. ഇനി ഒരു കുട്ടിക്കും ഈ കേരളത്തിൽ നിന്നല്ല ഒരു സ്ഥലത്തും ഉണ്ടാകരുത്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിമത ചിന്തകൾക്ക് അതീതമായോ അതിനപ്പുറം നിന്നുകൊണ്ടോ സമ്പത്തിന്റെ മാനദണ്ഡം പോലും നോക്കാതെ മനുഷ്യസ്നേഹത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട് ഒറ്റക്കെട്ടായി രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പോലീസുകാരും സഹകരിച്ചതിന്റെ ഫലമായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അതിലെനിക്ക് എല്ലാ പേരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഇവള് കൊള്ളാല്ലോ, നാണമില്ല ദാരമേ. അവളെങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഞങ്ങൾ തല്ലി കൊല്ലും. അത്രയ്ക്ക് വിഷമമുണ്ട് ഞങ്ങൾക്ക്. ഇവളാള് കൊള്ളാലോ. ഇവളുടെ മുഖമൊന്ന് കാണട്ടെ. ഇവളുടെ മുഖമൊന്ന് കാണട്ടെ. ഇവളുടെ മുഖമൊന്നിനെ എങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത്? ഇവളുടെ മുഖം മൂടി മാറ്റി ഞങ്ങളൊന്ന് കാണിക്കണം. ഇവളേത് ഞങ്ങളെ കൈ കിട്ടിയാ ഞങ്ങൾ അടിച്ചു കൊല്ലും. ഇവിടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും വീക്ഷിക്കുന്ന ഒരു വിഷയമാണിത്. അവരുടെ എല്ലാവരുടെയും വീട്ടുകളിൽ കുട്ടികളൊക്കെ ഉള്ളതാ. പ്രതികൾക്ക് മുഖംമൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല. പ്രതികളുടെ മുഖമൊക്കെ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. പ്രതികളെ കണ്ടു. അവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. അവര് പ്രതികളെ പിടിച്ചതിൽ സന്തോഷമുണ്ട്. കുട്ടികളെ ഇപ്പൊ സ്കൂളിൽ വിടാൻ പേടിയുണ്ടോ? പേടിയുണ്ട്. ഇപ്പൊ എസ്കോർട്ടോടുകൂടിയാണ് ട്യൂഷന് വിടുന്നത് കുട്ടികളെ. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ സാർ? കുട്ടികളെ വെട്ട് റോഡിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിതാകുമാരിയെ കണ്ടുകിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് പോലീസ് നീങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടിക്കുവാൻ സാധിക്കും. എവിടെയുണ്ട് എന്നുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. സാറേ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇവരുടെ ഉദ്ദേശം പണം കൈക്കലാക്കുക എന്നുള്ളതാണ്. 10 ലക്ഷം രൂപയാണ് ഇവരെ കുട്ടികളെ വിട്ടുകിട്ടുന്നതിനായിട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസ് ശക്തമായ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആ കുട്ടികളെ അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. മാധ്യമ പ്രവർത്തകരും പോലീസും രാഷ്ട്രീയക്കാരും ശക്തമായി തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കുട്ടികളെ ഇവിടെ നിന്ന് കടത്തുവാൻ സാധിച്ചില്ല. പകരം കുട്ടികളെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സാർ? കുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടില്ല. അവരെ 1-2 സ്ഥലത്ത് മാറ്റി പാർപ്പിച്ചു.
അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ എന്തെങ്കിലും? സാറേ, എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അനിതയെ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് അതിനുള്ള അന്വേഷണം തുടരുന്നതാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാർ, കോടതി റിമാൻഡ് ചെയ്തതിന് ശേഷം അവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം തുടരും. ശരി.